പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഷിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് 2 വയസ്സാവുകയാണ്. നഷ്ടങ്ങളുടെ വേദനയിൽ നിന്നും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് കുടുംബം. മകൻ അർജുൻ തനിക്ക് ആരായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പുസ്തകവും അമ്മ ഷീല കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. സാന്ത്വനം തേടി ഇനിയും പുസ്തകരചനകൾ ഉണ്ടാവുമെന്നും ഷീല പറഞ്ഞു. അഭിലാഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണാടിക്കൽ അർജുൻ്റെ വീട്ടിലാണ് ഞാനിപ്പോഴുള്ളത്. അർജുൻ്റെ അമ്മ ഷീല നമുക്കൊപ്പം ഉണ്ട്. അവർ ഒരു എഴുത്തുകാരി കൂടിയാണ്. അവരുടെ ഒരു പുസ്തകം, മകനെക്കുറിച്ച് ഓർത്തെഴുതിയ ഒരു പുസ്തകം കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പുസ്തകമൊക്കെ ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ്റെയും അതോടൊപ്പം തന്നെ സഹോദരിയുടെയും അർജുൻ്റെ ഭാര്യയുടെയൊക്കെ ചിത്രങ്ങളാണ് മുകൾ ഭാഗത്ത് കാണുന്നത്. നമുക്കറിയാം 2 വർഷങ്ങൾ പിന്നിടുകയാണ്. അവരെ സംബന്ധിച്ച് ദുഃഖകരമായ ഒരു സാഹചര്യമുണ്ട്. അവരുടെ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഒരു എഴുത്തുകാരിയായി മാറുന്നു. ആ പുസ്തകം എന്താണ് പറയുന്നത്? പുസ്തകം ഞാൻ ഉദ്ദേശിച്ച കുറേ കാര്യങ്ങൾ പുറലോകം അറിയാത്തത്, അസത്യമായ ചില കാര്യങ്ങൾ വലുതാക്കിയും സത്യമായത് തീരെ മൂടിപ്പെട്ടുകൊണ്ട് ഉള്ള അവതരണമല്ല അന്ന് പുറലോകം അറിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നമ്മളറിയുന്നതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പുറത്താക്കുകയാണ്. പിന്നെ നമ്മൾ മനസ്സിനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി മറ്റൊരു സുരക്ഷിതമായ ഒരാളോട് സംസാരിക്കും പോലെ എഴുതി തുടങ്ങി. ആദ്യം കുട്ടൻ വന്നിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് എഴുതി തുടങ്ങിയത്. പിന്നീട് അതങ്ങനെയല്ല എന്ന് മനസ്സിലായി. പിന്നെ ആ ദിവസങ്ങളൊക്കെ പകർത്തി വെക്കും. പിന്നെ അതെല്ലാം ക്രോഡീകരിക്കാൻ തുടങ്ങി. ഇതൊരു ചെറിയ പുസ്തകമല്ല, വലിയൊരു പുസ്തകമാണ്. ഒരു ജീവിത കഥ കൂടിയാണത്, അല്ലേ? അതെ. അതിൽ ഇനി എന്തെങ്കിലും ഉൾപ്പെടുത്താൻ ബാക്കിയുണ്ടായിരുന്നു? അതിലേക്കില്ല. അത് ആ ബുക്ക് എന്ന് വെച്ചാൽ ഞാൻ പോയ ദിവസം മുതൽക്ക് കുട്ടനെ വിളിച്ചിട്ട് കിട്ടാത്ത ആ സമയം മുതൽക്ക് കുട്ടനവിടെ ലോറി കണ്ടു എന്ന് പറയുന്ന ആ സമയം വരെ മാത്രമായില്ലേ. അതിൻ്റെ മുന്നേ പിന്നെയും ഞാൻ വേണോ വേണ്ടിയൊന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ. എഴുത്ത് നേരത്തെ പരിചയമുണ്ടായിരുന്നു? എഴുത്ത് സ്വന്തം ജീവിതാനുഭവങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല. അത് പലപ്പോഴും അതിവൈകാരികമായി മാറും. പക്ഷേ ഇതിൽ കുറേ കൂടി സന്തുലനം പാലിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതെ, സന്തുലനം പാലിച്ചു. ഏതായാലും ആ പുസ്തകത്തിൻ്റെ കഥ ഇതിവൃത്തം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. 2 വർഷങ്ങൾ പിന്നിടുന്ന ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ആ പുസ്തകത്തെക്കുറിച്ച് അമ്മയോട് തന്നെ ചോദിച്ചറിയുന്നത്. ഇനിയും കുറേ കൂടി എഴുതാനുണ്ട്, മറ്റ് രചനകളിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കഥയുടെ മുമ്പോ പിമ്പോ ഉള്ള കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് എഴുതാൻ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ടെന്നോ ഇല്ലെന്നോ അവർ പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഷബീർ വടക്കേക്കരയ്ക്കും റിപ്പോർട്ടർ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. പ്രേക്ഷകരെ, അന്ന് ഷിരൂരിൽ നമ്മുടെ സഹോദരൻ അർജുൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ 72 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ അവിടെ നിന്ന് ലൈവുകൾ ചെയ്തു. അന്ന് സർക്കാരും അധികാരികളും ആ തെരച്ചിൽ നിർത്തിയ സമയങ്ങളിലെല്ലാം അധികാരികളെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അന്ന് നമ്മൾ ഷിരൂരിൽ പോയി നടത്തിയ ലൈവ് കവറേജൊക്കെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അമ്മ ഷീലാമ്മ തയ്യാറാക്കിയ ആ പുസ്തകത്തിൽ അതിനെക്കുറിച്ചുകൂടി പരാമർശമുണ്ട്. യഥാർത്ഥത്തിൽ ആ പുസ്തകം വായിച്ച സമയത്ത് ചെറിയൊരു ആശ്വാസം എനിക്ക് തോന്നിയത്, അന്ന് ആ സമയത്ത് ആ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അന്ന് റിപ്പോർട്ടർ സ്വീകരിച്ച ലൈവ് കവറേജ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അന്ന് ചില സ്ഥാപിത താല്പര്യമുള്ള ചില ആളുകൾ പല കോണുകളിൽ നിന്നും നമ്മളെ വലിയ രീതിയിൽ വിമർശനമൊക്കെ ഉന്നയിച്ചു. നിങ്ങൾ വലിയ സെൻസേഷണലിസത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ പോയത് എന്ന് ചോദിച്ചു. അതിനുള്ള ഉത്തരം അമ്മ എഴുതിയ ആ പുസ്തകത്തിലുണ്ട്. അമ്മ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അന്ന് അമ്മയുമായിട്ട് ഒരു ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഈ ഷിരൂരിൽ പോയി ആദ്യത്തെ ദിവസം സംഭവ സ്ഥലത്ത് നിന്നും മടങ്ങി വരുന്ന സമയത്ത് എനിക്ക് വന്നൊരു കോൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് ഈ അമ്മയുടെ കോളായിരുന്നു. അമ്മ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനെ അതുവരെ വിളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അമ്മ അത് പറഞ്ഞിട്ടുമില്ല. അമ്മ കുറേ നേരം എന്നോട് വിളിച്ച് അമ്മ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് അമ്മ പറഞ്ഞ വാചകങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ വീണ്ടും തുടരാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. ഒപ്പം ഒരു പോലീസുകാരൻ പറഞ്ഞ വാചകവും, ആരാ ഈ കിടക്കുന്നത്, ഏതോ ഒരു VIP മറ്റോ ആണോ, ഇത്ര വലിയ തിരക്കെന്താണ് എന്നാണ് ചോദിച്ചത്. ആ ചോദ്യം നമ്മളെ വല്ലാതെ പ്രകോപിപ്പിച്ചു. VIP കിടന്നാൽ മാത്രമേ ജീവന് വിലയുള്ളൂ. സാധാരണക്കാരെ നമ്മുടെ നാട്ടിലെ അർജുൻ്റെ ജീവൻ അത്രയും വില ഇവർ കൽപ്പിക്കുന്നുള്ളൂ എന്നതായിരുന്നു മറുചോദ്യം. അങ്ങനെയാണ് നമ്മളവിടെ തങ്ങാൻ നിർബന്ധിതരാവുന്നതും അങ്ങനെ മന്ദഗതിയിൽ പോയിരുന്ന തരത്തിൽ പിന്നീട് ഊർജിതമാക്കുന്നതും അങ്ങനെയാണ്. ഒരുപാട് വിമർശനങ്ങൾ വ്യക്തിപരമായും ഞാൻ കേട്ടു. ചാനലിനെതിരെയും വലിയ വിമർശനങ്ങളുണ്ടായി. പക്ഷേ ആ പുസ്തകം വായിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. സത്യമൊരിക്കൽ പുറത്തു വരുമല്ലോ. അപ്പോൾ ആ പുസ്തകത്തിൽ ആ ഭാഗം അമ്മ എനിക്ക് അയച്ചു തരികയും ചെയ്തു, നമ്മളുടെ സംഭാഷണത്തെക്കുറിച്ച് എഴുതിയ ഭാഗം. സന്തോഷം. എങ്കിലും അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിനകത്തൊരു 2 വർഷമാവുന്നു. ഇനി എല്ലാം നോർമലായി മാറും, അല്ലേ? നഷ്ടപ്പെട്ട മനുഷ്യർ വലിയ നഷ്ടം തന്നെയാണ്.